ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക ശക്തികളുമായിട്ട് കെട്ടുപടഞ്ഞു കിടക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ അവിടെ സിലോണിൽ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഇന്നത്തെ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്രീലങ്കയ്ക്ക് എത്രത്തോളം മുന്നോട്ടേക്ക് പോകാനാവുമെന്നുള്ളതിനെ നല്ലതുപോലെ ഗൗരവപൂർവമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ നമുക്കാവണം. അല്ലാതെ അവിടെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് വന്നിരിക്കുന്നു. പല ആളുകളും ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, നേപ്പാളിലും വന്നിട്ടില്ല. നേപ്പാൾ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്നത് എന്ന് ശരിയാണ്. പക്ഷെ അതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് പട്ടികയിൽ ജനകീയ ചൈനയെ പോലെ, വിയറ്റ്നാമിനെ പോലെ, ക്യൂബയെ പോലെയൊന്നും കൂട്ടാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ മേഖലയിൽ ആഫ്രിക്കൻ വൻകരകൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ, ഡസൻ രാജ്യങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധമായ ഇടതുപക്ഷ സമീപനങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെന്റുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്, അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പൊതുവായ ഒരു ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ മുന്നേറ്റം, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട്. തീവ്ര വലതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ലോകം നിൽക്കുമ്പോഴും എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. വർത്തമാന കാലത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഒരു ഭാഗത്ത് തീവ്ര വലതുപക്ഷം, ട്രംപായാലും അതുപോലെ തന്നെ നരേന്ദ്രമോദി ആയാലും ഇവരെല്ലാം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അതിശക്തിയായിട്ടുള്ള കരുത്തുള്ള ഗവൺമെന്റുകളും അതുപോലെ തന്നെ വർഗശക്തികളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. തീവ്ര വലതുപക്ഷം, ഇടതുപക്ഷത്തിന് എവിടെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. അവിടെയെല്ലാം വലതുപക്ഷ ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ഉപയോഗിച്ച് തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് യൂറോപ്പിൽ കാണുന്നത്, അമേരിക്കയിൽ കാണുന്നത്, ഇവിടെ ഇന്ത്യയിൽ കാണുന്നത്. കൃത്യമാണത്. തീവ്ര വലതുപക്ഷം ഉപയോഗിക്കുന്നത് എന്താ? ജനകീയ പ്രശ്നങ്ങളാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന്റെ ഉപജ്ഞാതാവാരാണ്? ഇവര് തന്നെയാണ്. തീവ്ര വലതുപക്ഷം തന്നെയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാ ദുരന്തത്തിലേക്ക് എത്തിയ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും അതിസമ്പന്നരാവുകയും ചെയ്യുന്ന ഒരു ഭാഗം, മറുഭാഗത്ത് പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ ദരിദ്രരായി മാറുകയും ചെയ്യുന്ന ചിത്രം. ഇതിനെയാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുക. ഈ മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലത്ത് ലോകത്തെമ്പാടും വിപ്ലവ ശക്തികൾ, അത് വിപ്ലവ കുഴപ്പത്തിന്റെ ഘട്ടം തന്നെയാണ്. ഈ ലോകം മുഴുവൻ വിപ്ലവ കുഴപ്പത്തിന്റെ ഘട്ടത്തിലാണ്. പക്ഷേ ആത്മനിഷ്ഠ ഘടകം ഈ ഭരണകൂടത്തെ ഇതേപോലെ തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ ജനത അനുവദിക്കില്ല. ആരായാലും അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ, മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയെ തന്നെ മാറ്റി സോഷ്യലിസത്തിലേക്ക് ഈ ലോകത്തെ നയിക്കാൻ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ എന്റെ രാജ്യം, എന്റെ ഓരോരോ രാജ്യങ്ങളിലും ഞങ്ങളിതാ മുന്നോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഭരണകൂടത്തിന് ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതിനെയാണ് വിപ്ലവ പരിതസ്ഥിതി എന്ന് പറയുക. വിപ്ലവ കുഴപ്പം എപ്പോഴും ഉണ്ട്. ഇന്ത്യയിലുണ്ട്, ലോകത്തെല്ലാം ഉണ്ട്. സിലോണിലുണ്ട്, നേപ്പാളിലുണ്ട്, കെനിയയിലുണ്ട്. ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും വിപ്ലവ കുഴപ്പമുണ്ട്. വിപ്ലവ കുഴപ്പം ഇത്രയേ അർത്ഥമുള്ളൂ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. എന്തുകൊണ്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്? എന്തുകൊണ്ടാണ് ദരിദ്രർ കൂടുതൽ ദരിദ്രമാകുന്നത്? വളരെ ലളിതമാണ്. അതിങ്ങനെയാണ്. സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഭൗതിക പശ്ചാത്തലത്തിൽ നിന്നാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്. വെറുതെ ആകുന്നതല്ല, സോഡതി അടിച്ചിട്ടല്ല. ഇനിയിപ്പോഴേ ഈ 2025 എന്ന് പറയുന്നത് AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു തുടക്കമായിട്ടാണ് ലോകം കാണുന്നത്, ബീറ്റ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇവിടെ തൊഴിലാളികൾ വേണ്ട, കൃഷിക്കാർ വേണ്ട, കർഷക തൊഴിലാളികൾ വേണ്ട, ആരെങ്കിലും ഈ പറയുന്ന പോലെ ആളുകളെ ആവശ്യമില്ല, എല്ലാം റോബോട്ടിക് സംവിധാനത്തിന്റെ ഭാഗമായി, AI സംവിധാനത്തിന്റെ ഭാഗമായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി മുഴുവൻ ചിന്തിക്കാനും എന്തു വേണമെങ്കിലും ചെയ്യാനും എല്ലാമുള്ള ശേഷി യന്ത്രം തന്നെ നേടുകയാണ്. മനുഷ്യൻ തന്നെ പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. അവിടെ ഉൽപാദന ശക്തികളിൽ നിന്ന് മാർസ് പറഞ്ഞതുപോലെ അതിന്റെ ഭാഗമായിട്ട് മിച്ചമൂല്യം കുന്നുകൂടുന്നു, അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പങ്ക് എന്നെല്ലാം പറയുന്നത്. എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ ഇപ്പോൾ ചിലർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനേ അർത്ഥമുള്ളൂ. മാർസത്തിന് തന്നെയാണ് ഇപ്പോഴും അർത്ഥമുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യങ്ങളും യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാവനാപൂർവമായ നോവൽ രചിക്കണമെന്ന് അതിന്റെ അകത്ത് കമന്റ് കൊടുത്താൽ നോവൽ വരും. പണ്ടത്തെ പോലെ പ്രയാസമൊന്നുമില്ല. കവിത വേണം എന്ന് പറഞ്ഞാൽ കവിത വരും. നമ്മുടെ ഫോണിലിന്റെ സംവിധാനം, കേരളത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ഫോണുകളിൽ ഈ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് മിനിഞ്ഞാന്ന്
ഞാൻ ഈ കാര്യം എൻ്റെ ഒരു സുഹൃത്തോട് പറഞ്ഞപ്പോൾ പ്രവീൺ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കാര്യം കാണിക്കാം. എന്താ വെച്ചു? അപ്പോൾ അദ്ദേഹം കമന്റ് ചെയ്തു അതിൻ്റെ അകത്ത്, ഒരു ഇന്ത്യൻ പെൺകുട്ടിയുടെ ഫോട്ടോ വരച്ചു തരണം, ഒരു ഇന്ത്യൻ പെൺകുട്ടിയുടെ ഫോട്ടോ വരച്ചു തരണം. ഫോണിലാട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു, അതിസുന്ദരിയായ ഒരു ഇന്ത്യൻ പെൺകുട്ടി, നല്ല ചൂട് വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഇരിക്കുന്ന ഒരു 10, 15, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വന്നു. എന്നോട് പ്രവീൺ പറഞ്ഞു, ഇങ്ങനെയൊരു കുട്ടി ഈ ഭൂമുഖത്തില്ല. അത് സുന്ദരിയായ കുട്ടിയാണ്, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതിന് തണുപ്പുള്ളതുകൊണ്ട് ആ തണുപ്പ് അകറ്റാനുള്ള മേൽ കോട്ടും ധരിച്ചിരിക്കുന്നു, ഒരു പെൺകുട്ടി. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാനല്ല ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് കാര്യം സംസാരിക്കാൻ തന്നെ ഇടയായത്. അപ്പോൾ ഇങ്ങനെയൊരു കുട്ടി ഈ ലോകത്ത് എവിടെയില്ല. ഒരു പുതിയ കുട്ടി വന്നിരിക്കുന്നു. ചിത്രം എത്ര ദിവസം വേണം അങ്ങനെ ഒരു ചിത്രം വരക്കണമെങ്കിൽ? ഇത് 2 മിനിറ്റ് AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഫോണിൽ കിട്ടിയതാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നെ ഒരു സിനിമ കാണിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, സംഭാഷണം എല്ലാം വളരെ വളരെ കൃത്യമായിട്ട് ലയിപ്പിച്ച് ചേർത്ത ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് എന്നെ കാണിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ അഭിനയിച്ചവർ ഈ ഭൂമുഖത്തുള്ളവരല്ല, അങ്ങനെ ഒരാളില്ല, നടനുമില്ല, നടിയുമില്ല. അതിന്റെ ഭാഗമായിട്ടൊരു കഥ തയ്യാറാക്കി സിനിമയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പയ്യാമ്പലത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ പയ്യാമ്പലത്ത് കണ്ണൂര് ബീച്ചിൽ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോണിൽ ഇതുണ്ട്. എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം കമന്റ് ചെയ്തു, ഹിമാലയം ഐസ് മൂടിക്കിടക്കുന്ന ഹിമാലയത്തിലെ ഒരു സങ്കേതത്തിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നതുപോലെ ഇരിക്കുന്നതായിട്ട് ആ ഫോട്ടോ രൂപാന്തരപ്പെടുത്തണം. കമന്റാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറബിക്കടലില്ല, എവിടെയോ ഏതോ ഒരു മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ നേരെ മുമ്പിൽ ഈ 4 പേരുടെയും ഫോട്ടോ അതിസുന്ദരമായ രീതിയിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുക. ഇതാണ് AI. ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു കാര്യം പറയാനാണ്. അപ്പൊ ഇതിന് ഡിസൈനർ വേണ്ടല്ലോ, സിനിമാ രംഗത്ത് നടീനടന്മാരെ വേണ്ടല്ലോ. നമ്മളിപ്പോ പ്രഗത്ഭനായ നടന്മാരെ പറ്റിയെല്ലാം പറയാറുണ്ട്. മോഹൻലാലിനെ പറ്റി പറയാറുണ്ട്, അതുപോലെ തന്നെ മമ്മൂട്ടിയെ പറ്റി പറയാറുണ്ട്. നിരവധി നടന്മാർ നമുക്കുണ്ട്. ഇനി ഒരു നടനോ ഒരു നടിയും വേണ്ട. സാങ്കല്പികമായ നടൻ, സാങ്കല്പികമായ നടി എന്ന് പറയുന്ന അർത്ഥം അവർ സാങ്കല്പികമായിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള ശരിയായ കഥാപാത്രമായ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ ഭൂമുഖത്തില്ല. അപ്പോൾ എന്തെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനി ആവശ്യമില്ല എന്ന് ലോകത്ത് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ കുറേയും കൂടി വ്യക്തതയോടുകൂടി വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ മാർക്സിന്റെ മൂലധനത്തിന്റെ ഭാഗമായിട്ട് മിച്ചമൂല്യ സിദ്ധാന്തത്തിനും എന്താണ് ഇനി അവസാനത്തെ ഒരു പോംവഴി പറയാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള ചോദ്യമാണ്. എനിക്കതിലെ ആശേഷം സംശയമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ആ ദരിദ്രന്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുകയും ചെയ്യുന്നതിൽ ഈ AI യുഗത്തിൽ BT സംവിധാനത്തിന്റെ ഭാഗമായി അത് വർദ്ധിക്കും, അത് കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ അതിന്റെ അനന്തരഫലം എന്താ? ഞാനിപ്പോൾ തന്നെ നിങ്ങളോട് ലളിതമായി ചോദിക്കാം. ഡിസൈനർ വേണ്ട, സിനിമാ സംവിധാനം വേണ്ട, നടീനടന്മാർ വേണ്ട, അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആരും തന്നെ വേണ്ട. ഇങ്ങനെ ഉൽപാദന പ്രക്രിയയിൽ നിങ്ങൾക്ക് ഈ റിമോട്ടിനെ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതാര് വാങ്ങും?
ഇതെല്ലാം ഉണ്ട്, സംഭവമല്ല ശരിയാ. പക്ഷെ ഇതാര് വാങ്ങും? ഇതാര് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരാ ഇത് വാങ്ങി ഉപയോഗിക്കുക? സമ്പത്ത് കുന്നുകൂടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് വാങ്ങി ഉപയോഗിക്കുന്ന കമ്പോളം വേണം. ആ കമ്പോളത്തിന് വാങ്ങൽ ശേഷി ഉണ്ടാവണം. ആ സമ്പോളത്തിന് വാങ്ങൽ ശേഷിയില്ലെങ്കിൽ കെട്ടിക്കിടക്കും. ഉൽപ്പാദിപ്പിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകൂ എന്നുള്ളത് ശരി, മാർക്സ് പറഞ്ഞതുപോലെ മൂലധനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സമ്പത്ത് കുന്നുകൂടും എന്നുള്ളത് ശരി. മറുഭാഗത്ത് ദരിദ്രരുടെ എണ്ണം ഇന്നത്തേതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുകയും ആത്യന്തികമായി മാർക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിന്നുകൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ സമൂഹത്തിനോ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന വിപ്ലവ പരിതസ്ഥിതിയിലേക്കുള്ള യാത്ര വളരെ വേഗത്തിൽ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ ഈ AI സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുമെന്ന് തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ വിപ്ലവകാരികളായ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് നല്ല ധാരണ വേണം. ആ ധാരണയോടുകൂടി മാത്രമേ AI പോലും കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നാണ് അതുമായി സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ പറ്റി പറഞ്ഞിട്ട് നാളെ കൂടിയതിന്റെ ഒപ്പം പന്നിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നിലനിൽക്കുന്ന ഇന്ത്യൻ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിന് എല്ലാ ജനാധിപത്യ ശക്തികളെയും ചേർത്ത് ഒരിടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുത്തണം. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് രാഷ്ട്രീയ കൂട്ടുകെട്ടൊന്നുമല്ല. ഓരോ ജനവിഭാഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭരണകൂട വ്യവസ്ഥക്ക് നേരെ ഓരോരോ വിഭാഗത്തിന്റെയും താൽപര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടക്കും. ഒരു ഭാഗത്ത് കൃഷിക്കാർ, മറുഭാഗത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടക്കണം. കർഷക ജനവിഭാഗം അതിശക്തിയായി ഒരു ഭാഗത്ത് മുന്നോട്ടേക്ക് വന്നപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിച്ച ഭരണഘടന തന്നെ മാറ്റാനുള്ള സൗകര്യം കൊടുക്കില്ല എന്ന് ഇന്ത്യൻ ജനത തീരുമാനിച്ചത് ഇതിന്റെ ഒരു ചെറിയ അംശം മാത്രം കണ്ടപ്പോഴാണ്. ഇതിനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഈ ഉയർന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സഖ്യമല്ലാത്ത വർഗപ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന്റെ തുടർച്ചയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിപ്ലവ പരിതസ്ഥിതിയിലേക്ക് രാജ്യത്തെ നയിക്കണം. വിപ്ലവ കുഴപ്പം നിലവിലുണ്ട്. അത് ഈ ഭരണകൂടത്തിനെതിരായ അതിശക്തിയായ ജനകീയ മുന്നേറ്റമാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ജനകീയ ജനാധിപത്യ മുന്നണിയിലേക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഈ രാജ്യത്തെ മാറ്റാൻ, ഭരണകൂട വ്യവസ്ഥയിൽ തന്നെ മൗലികമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു പുതിയ സ്ഥിതിയിലേക്ക്, അവിടെ നിന്ന് ലോകം ആഗ്രഹിക്കുന്ന സോഷ്യലിസത്തിലേക്ക് ഇന്ത്യയെയും ലോകത്തെയും മാറ്റാനുള്ള പുതിയ സാഹചര്യങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് AI ഉൾപ്പെടെ നമുക്ക് പ്രാപ്തി നൽകുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിതിരുടെ അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ളൊരു പുസ്തകോത്സവമുണ്ട്. ആ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നു, ഒരു സംവാദം. രമേശ് ചെന്നിത്തലയും ഞാനും കൃഷ്ണദാസും BJPയുടെ ഞങ്ങൾ 3 ആളായിരുന്നു സംവാദം. ആ സംവാദത്തിൽ കൃഷ്ണദാസ് ഒരു ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് ജനാധിപത്യത്തിന്റെ സംവിധാനത്തെപ്പറ്റിയെല്ലാം പ്രസംഗിച്ചപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്തേ? നിങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരാണ്. അപ്പോൾ കോൺഗ്രസ് രമേശ് ചെന്നിത്തല ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രണ്ടും പറഞ്ഞു. ഭരണഘടന മാറ്റണം എന്ന് പറയുന്നവരാണ് ഇവര്. ഭരണഘടന മാറ്റണ്ട എന്ന് പറയുന്നവരല്ല ഞങ്ങൾ. ഞാൻ CPIM-നെ പറ്റി തന്നെ പറഞ്ഞു, ഞങ്ങൾ ഭരണഘടന മാറ്റണ്ട എന്ന് പറയുന്നവരല്ല. ഭരണഘടനയിൽ ഒരുപാട് മാറ്റം വേണം. ഇപ്പോൾ തന്നെ 100 കണക്കിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ, മുന്നോട്ടുള്ള ഗതിയിൽ ആവശ്യമാകുന്ന പുരോഗമനപരമായ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയെ ഇനിയും മാറ്റത്തിന് വിധേയപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് BJP അംഗീകരിച്ചു, മാറ്റത്തിന് വിധേയപ്പെടുത്താൻ തന്നെയാണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാറ്റത്തിന് വിധേയപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ മാറ്റം നൂറ്റാണ്ടുകളുടെ 1000 ആണ്ടുകളുടെ പിന്നോക്കം പോക്കിന്റെ ഭാഗമായിട്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥ, മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ഇന്ത്യ. അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കുന്ന പ്രശ്നമില്ല.
എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും കൂടി അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു. എൻ്റെ തൊട്ട് വലതുഭാഗത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തല, ഇടതുഭാഗത്തിരിക്കുന്നത് BJPയുടെ കൃഷ്ണദാസ്. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ജനാധിപത്യ സംവിധാനത്തിന് നേരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും കടുത്ത ആക്രമണം അടിയന്തരാവസ്ഥാ പ്രഖ്യാപനമാണ്. എനിക്കതിൽ യാതൊരു സംശയമില്ല. 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഭരണം നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയിട്ടുണ്ട്. 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ആഗസ്റ്റ് 2 കുടിയാൻമല രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം അവിടെ ആ പരിപാടി പോയപ്പോഴാണ് DR അനുസരിച്ച് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്, മാസങ്ങളോളം ജയിലിൽ കിടത്തിയത്. അത് ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമാണ്. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നേരെ നടന്ന അതിശക്തിയായ കടന്നാക്രമമാണ്. ആ കടന്നാക്രമത്തെ പ്രതിരോധിച്ച് ഇന്ത്യൻ ജനത 1977 ആവുമ്പോഴേക്ക് 1975 ജൂൺ 26 നിന്ന് ആരംഭിച്ച് 1977 മാർച്ച് മാസമാവുമ്പോഴേക്ക് ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഖാ VMS മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം ഈ രാജ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ മറ്റ് വിശകലനത്തിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കുന്നില്ല. 1977 സംവിധാനം മാറി. അപ്പോഴാണ് നമ്മളെല്ലാം നമുക്ക് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് യോജിക്കാനുള്ള സൗകര്യം വന്നത്. അങ്ങനെയാണ് പുതിയ യോജിപ്പുണ്ടായത്. ഇടതുപക്ഷ മുന്നണി രൂപപ്പെടുന്നതിന് അതിന്റെ ഭാഗമായിട്ടാണ്. ഞാനിനി പറയാൻ പോകുന്നത്, ഈ പറയുന്ന രീതിയിൽ ജനാധിപത്യത്തിന് നേരെ കടന്നാക്രമണം നടത്തിയ വർഗ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ ഭരണവർഗ പാർട്ടിയാണ്. നിങ്ങൾ വർഗീയതയുടെ പ്രശ്നം പറയുമ്പോൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട്, നിങ്ങൾക്കാണെങ്കിൽ മതധ്രുവീകരണത്തിന്റെ നിലപാട്, സംഘപരിവാർ വിഭാഗത്തിന്. കോൺഗ്രസിന് സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, അത് കോൺഗ്രസ്സാണ് തുടങ്ങിവെച്ചത്. BJP തുടരുകയാണ് വളരെ ശക്തിയായിട്ട്. അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പേരും പറഞ്ഞിട്ട് അതിശക്തിയായ രീതിയിലുള്ള തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പൊതുവിതരണ സംവിധാനങ്ങൾക്കും പൊതുമേഖലക്കുമെല്ലാമുള്ള കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ആഗോളവൽക്കരണ സംവിധാനം അത് കോൺഗ്രസ് നിന്ന് തുടങ്ങി BJP നടപ്പിലാക്കുകയാണ്. വർഗപരമായിട്ട് ഒന്നാണ്. നിങ്ങൾ ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന ഭരണവർഗ പാർട്ടിയാണ്. റൂളിംഗ് പാർട്ടി BJP, ഇപ്പോഴും മുമ്പ് റൂളിംഗ് പാർട്ടി കോൺഗ്രസ്, അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷം. ഇപ്പോൾ നിങ്ങൾ ഭരണപക്ഷം എന്ന് പറഞ്ഞ റൂളിംഗ് പാർട്ടി, അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരാണ്. ഇത് വർഗപരമായ നിലപാട് വെച്ചുകൊണ്ട് തന്നെ വേണം ഭൂതകാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, വർത്തമാനത്തെയും മനസ്സിലാക്കാൻ. അപ്പോൾ വർഗപരമായിട്ട് കോൺഗ്രസ് ആയാലും BJP ആയാലും ഭരണവർഗ പാർട്ടിയാണ്. ആ ഭരണവർഗ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അദാനിമാർക്ക്, അംബാനിമാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാവാൻ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ സൗകര്യം നൽകിയ ഭരണവർഗ നിലപാടാണ്. അത് കോൺഗ്രസുമാണ്, അത് BJPയുമാണ്, ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഇതിനെല്ലാം എതിരായി ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നമ്മളിപ്പോഴും കെട്ടിപ്പടുക്കുന്നത് പോലെ തുടങ്ങി ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് നിലവിലുള്ള ഭരണവ്യവസ്ഥയെ തന്നെ മാറ്റി അതിന്റെ തുടർച്ചയായി ലോകത്ത് സോഷ്യലിസ്റ്റിലേക്ക്, സമത്വസുന്ദരമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്തെയും ലോകത്തെയും നയിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമുക്ക് നടക്കാനുള്ളത്. അതാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന നാളെ. അതിന്നല്ലെങ്കിൽ നാളെ. കമ്മ്യൂണിസ്റ്റുകാർ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ശ്രീലങ്കയിൽ ഇങ്ങനെ വന്നല്ലോ, എന്തേ ഇന്ത്യയിൽ വരാൻ സാധിക്കാതെ? അതുകൊണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, അത് ഈ ജാതി ശ്രേണി തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. മാർസ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജാതി വ്യവസ്ഥയാണെന്ന്. ഈ ഇന്ത്യയെപ്പറ്റി പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഒരു നേതാവാണ് മാർസിസ്റ്റ്. മാർസ് തന്നെ. മാർസിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഇന്ത്യയെപ്പറ്റി പറഞ്ഞ പരാമർശങ്ങളെല്ലാം കൂടി ചേർന്നൊരു പുസ്തകം. മൂലധനത്തിന്റെ ഭാഗമായിട്ടും മാർസ് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്നത്തെ ഇന്ത്യയിൽ അതിന്റെ ഭൂതകാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി, വർഗപരമായിട്ട് മനസ്സിലാക്കി,
വർത്തമാന ഇന്ത്യയിൽ മതനിരപേക്ഷതയെ തകർത്ത്, ജനാധിപത്യ സംവിധാനത്തെ തകർത്ത്, പാർലമെന്ററി സംവിധാനത്തെ മാറ്റി ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതിന്റെ മുൾമുനയിൽ നിർത്തി. അതാണ് ഇലക്ഷൻ കമ്മീഷൻ, CI, അതുപോലെ തന്നെ നമുക്കറിയുന്ന പോലെ CBI, അതുപോലെ തന്നെ കോടതികൾ, ജുഡീഷ്യറി, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ വിഭാഗങ്ങളും. നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിനെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് പറയുക. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് RSS ആണ്. അതിൽ ജുഡീഷ്യറി ഉൾപ്പെടെ വിടും. അവരാണ് ഇനി ജഡ്ജിമാരാര് തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കോളേജിൽ വേണ്ട, ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇലക്ഷൻ കമ്മീഷനെ ആര് നിശ്ചയിക്കണം, അത് ചീഫ് ജസ്റ്റിസിന്റെ സീറ്റൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അവരതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പൗരത്വം, ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേകാധിപത്യ സമീപനത്തിലേക്ക്, ഫാസിസ്റ്റിക് രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ BJPയെയും BJPയുടെ ഈ ചെയ്തികളെയും തുറന്നു കാണിക്കാൻ കഴിയുന്ന എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട്, എല്ലാ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളെയും ചേർത്തുകൊണ്ട് ഇന്ത്യയെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്, ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്, പാർലമെന്ററി വ്യവസ്ഥയുടെ ഭാഗമായി പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം താൽക്കാലികമായ, ആത്യന്തികമായല്ല, താൽക്കാലികമായ ചുമതല വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഭാവിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇന്നലത്തേക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെയും ഭരണകൂട വ്യവസ്ഥയെയും മാറ്റാൻ അനുവദിച്ചുകൂടാ. ഇതിനേക്കാൾ മുമ്പന്തിയിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള വർത്തമാനത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധ്യതയുണ്ട്. 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത് BJPയെ തോൽപ്പിക്കാം. അതുവരെ സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനുൾപ്പെടെ. 23ാം പാർട്ടി കോൺഗ്രസ് നമ്മൾ പറഞ്ഞു BJPയെ തോൽപ്പിക്കാം. അപ്പോൾ തോൽപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് 37%. അതിന്റെ അർത്ഥം എന്താ? 63% വോട്ട് BJP വിരുദ്ധമായിട്ട് നിൽക്കുകയാണ്. ഈ 63% വോട്ട് BJP വിരുദ്ധ വോട്ടാക്കി രൂപപ്പെടുത്തി ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി, ഇന്ത്യയെ മുഴുവൻ ഒരു യൂണിറ്റാക്കലൊന്നും സാധ്യമല്ല. അത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മാത്രമല്ല, അതിന്റെ വൈവിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതാണ് കാണിക്കുന്നത്. വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യപ്രസ്ഥാനത്തിന്റെ കരുത്ത്. അപ്പോൾ ഓരോ യൂണിറ്റായി ഓരോ സംസ്ഥാനത്തെ എടുത്ത് ഓരോരോ മണ്ഡലത്തിൽ BJP വിരുദ്ധമായ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ മത്സരിക്കുന്നു, ഇന്ന പാർട്ടി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ആ സീറ്റ് നൽകുന്നു എന്ന് തീരുമാനിച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിതമാക്കാനായാൽ ഉറപ്പാണ് BJPയുടെ അന്ത്യം. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും അതെ. ഈ പറഞ്ഞ രാഷ്ട്രീയം കോൺഗ്രസിന് കൃത്യമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ 2% വോട്ടിന്റെ കുറവിൽ ഇന്ത്യ വേദിക്ക് അധികാരത്തിൽ വരാൻ കഴിയാതിരുന്നത്. 2% വോട്ട് ഇന്ത്യയിൽ, അത്രയേ കുറവുള്ളൂ. 38 സീറ്റിന്റെ കുറവാണ്. 38 സീറ്റ് കൂടി വിശാലമായ ഒരു ഐക്യപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ ചിത്രം മുഴുവൻ മാറുകയായിരുന്നു. 2% വോട്ടിലധികം കിട്ടാനുള്ള എത്രയോ സാധ്യതയുണ്ടായിരുന്നു. നമ്മൾ അതിവിശാലമായ കൃത്യമായ രാഷ്ട്രീയ അവബോധത്തോടുകൂടിയുള്ള BJP വിരുദ്ധ ഐക്യത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ കാര്യം, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ആ രാഷ്ട്രീയത്തിലേക്ക് ഇഴുകിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കതിനുശേഷം കണ്ട ഹരിയാന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മേഖലയിൽ നമ്മളത് വീണ്ടും കാണുകയാണ്. കോൺഗ്രസ് ആ ചരിത്രപരമായ ദൌത്യം ഏറ്റെടുക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള പാർട്ടിയായിട്ട് ഇപ്പോഴും വളർന്നു കഴിഞ്ഞിട്ടില്ല. നമുക്ക് പക്ഷേ ആശ്രയിക്കാൻ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പാർട്ടിയല്ലാതെ വേറൊരു പാർട്ടി ഇല്ലതാനും. ഇതെല്ലാം ചേർന്ന ഒരു അന്തരാള ഘട്ടം ഈ ഇന്ത്യയിലുണ്ട്. നമുക്കാണെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗമായിട്ടുള്ള പരിമിതികളുമുണ്ട്. ഈ പരിമിതികളെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ ഞാൻ വർത്തമാന ഇന്ത്യയെപ്പറ്റി പറയാണ്. BJPയെ മാറ്റി നിർത്താൻ
BJP അധികാരത്തിൽ നിന്ന് പിന്തള്ളാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന ഒരു ഐക്യനിര ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകത അടിസ്ഥാനപ്പെടുത്തി ഇനിയും 23-ാം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചതുപോലെ രൂപപ്പെട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് നമുക്കാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് വർത്തമാനത്തിന്റെ സ്ഥിതി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് 24-ാം പാർട്ടി കോൺഗ്രസിൽ 2 രേഖ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത്. ഒന്ന് വരുന്ന 17, 18, 19 തീയതികളിൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. ആ രേഖ പ്രസിദ്ധീകരിക്കാൻ പോവാണ്. 2 മാസം മുമ്പ് ആ രേഖ പ്രസിദ്ധീകരിക്കണം. അതായിരിക്കും നമ്മൾ കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി മെമ്പർമാരും സഖാക്കളും ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന രേഖ, രാഷ്ട്രീയ പ്രമേയം. ഇന്നേ വരെ CPIMന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ പ്രമേയം മാത്രമേ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്തിരുന്നുള്ളൂ. രാഷ്ട്രീയ പ്രമേയം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ അടവ് നയം രൂപം കൊള്ളുന്നത് ഈ പാർട്ടി ആകെ ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ചർച്ചയിൽ നിന്നാണ്. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, പാർട്ടി ആശയം രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, രാജ്യത്ത് മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റികൾ എല്ലാം നൽകുന്ന ഭേദഗതിയും അതുപോലെ തന്നെ പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പുതിയ കൂട്ടിച്ചേർക്കലുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത്. പാർട്ടി കോൺഗ്രസിലേക്ക് വരുന്ന ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ പാർട്ടി കോൺഗ്രസിന്റെ മുമ്പിൽ വെക്കും. അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി കോൺഗ്രസിലെ അംഗങ്ങളും ആ ചർച്ചയിൽ പങ്കെടുക്കും. അങ്ങനെയാണ് ഓരോരോ ഖണ്ഡികയായി രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് കരട് രാഷ്ട്രീയ പ്രമേയത്തെ രാഷ്ട്രീയ പ്രമേയമാക്കുന്നത്. അതാണ് അടവ് നയം. എന്നാൽ കഴിഞ്ഞ 3 കൊല്ലക്കാലത്തിന് മുമ്പ് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രയോഗിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ അനുഭവം എന്താണ്, പാർട്ടിയുടെ അനുഭവം എന്താണ്, നമ്മൾ എത്രത്തോളം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്, എത്രത്തോളം മുന്നോട്ടേക്ക് പോയില്ല, എത്രത്തോളമാണ് പിന്നോക്കം പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്വയം വിമർശനപരമായ ഒരു രേഖ പാർട്ടി PB തയ്യാറാക്കി. അത് സെൻട്രൽ കമ്മിറ്റി ചർച്ച ചെയ്ത് രേഖയായി പാർട്ടിയുടെ മുമ്പിൽ വരികയാണ്. ഇതേവരെ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ഇങ്ങനെ ഒരു രേഖ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്രാവശ്യം എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യാൻ പോവാണ്. 2 രേഖ. ഒന്ന്, 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ അടവ് നയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണിത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത്, അതിന്റെ ഭാഗമായി എത്രത്തോളം നേട്ടം, എത്രത്തോളം കോട്ടം. നമ്മുടെ സഖാക്കൾക്കെല്ലാം ഒരുപാട് കാര്യം അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് മുഴുവൻ പറയാൻ കൃത്യമായിട്ടൊരു ദിശാബോധത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കുന്ന അടവ് നയം സംബന്ധിച്ച രാഷ്ട്രീയ പ്രമേയവും വരാൻ പോവുകയാണ്. ഈ 2 രേഖയും 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ആകെ ഒരു രേഖ മാത്രമേ ചർച്ച ചെയ്തിരുന്നുള്ളൂ. ബാക്കി സമ്മേളനത്തിലാണ് ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യണമെന്ന് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗം സഖാവ് യെച്ചൂരി ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ തീരുമാനിച്ച ഒന്നാണത്. ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും PBയും തീരുമാനിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനിനി നീട്ടുന്നില്ല. വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറഞ്ഞു വെച്ച ജനാധിപത്യത്തിന്റെ ഇന്നലകളെ ജനാധിപത്യവൽക്കരിക്കാനാവാത്ത ഫ്യൂഡൽ ജീർണതയിൽ തന്നെ തളച്ചിട്ട ഭരണവർഗം, ഭരണകൂട വ്യവസ്ഥ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ നിന്ന് കരകയറി മുമ്പോട്ടേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള ഹ്രസ്വമായതും ഭാവിയിൽ കൈകാര്യം ചെയ്യേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം ചേർത്ത് അതിശക്തിയായി പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ജനകീയ ജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പൊക്കണം. അതിന്റെ മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. ഈ ചരിത്ര ദൌത്യം നിർവഹിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ നമുക്കാവില്ല. ഈ പരിവർത്തന ദിശയിലാണ് നമ്മളെല്ലാം ഉള്ളത്. അതിന് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ചർച്ച ഇന്ന് ആരംഭിച്ചു. നാളെ ഉച്ചയാവുമ്പോഴേക്ക് ഏതാണ്ട് ചർച്ച തീരും. ചർച്ച എന്ന് പറയുമ്പോൾ വിമർശനം, സ്വയം വിമർശനം തന്നെയാണ്. ചില മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നാളത്തെ പത്രത്തിലും വരും. വിമർശിച്ചു. ആരൊക്കെ വിമർശിച്ചു? മുഖ്യമന്ത്രിയെ വിമർശിച്ചു, പാർട്ടി സെക്രട്ടറിയെ വിമർശിച്ചു,
പാർട്ടി സംഘടനയെ വിമർശിച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാനായിട്ടാണ്. ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ്. ഞാൻ ഒന്നും കൂടി പറയാം, ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ്. കാരണം ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്, പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ്. ഒന്നും കൂടി പറയാം, പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ് പാർട്ടി സമ്മേളനം. പുതിയ സഖാക്കളെയും പഴയ സഖാക്കളെയും എല്ലാം ചേർത്ത് കൃത്യമായിട്ട് വിമർശനം, സ്വയം വിമർശനം. വിമർശനമില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്താ പറഞ്ഞാൽ അതിനെ വിമർശനപരമായി, സ്വയം വിമർശനപരമായി കാണുന്നു എന്നുള്ളതാണ്. വെറുതെ വിമർശിക്കുക മാത്രമല്ല, സ്വയം വിമർശനത്തിന് വിധേയമാവണം. അങ്ങനെ സ്വയം വിമർശനത്തിലൂടെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയെ നവീകരിക്കുക. ആ നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതേവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും അതിന്റെ ഒപ്പം പ്രവർത്തിക്കാൻ പുതിയ ശേഷിയുള്ള ഊർജ്ജസ്വലരായ ആളുകളെയും ചേർത്ത് പാർട്ടിയെ നവീകരിക്കുക. ആ പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ് ബ്രാഞ്ച് മുതൽ. ബ്രാഞ്ചിൽ സെക്രട്ടറിയെ ഉണ്ടാവുള്ളൂ, ലോക്കൽ കമ്മിറ്റി മെമ്പറും സെക്രട്ടറി ഉണ്ടാവും, ഏരിയ കമ്മിറ്റി മെമ്പർമാരും സെക്രട്ടറി ഉണ്ടാവും. അതിന്റെ ഒരു സെന്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ നേതൃത്വ വിഭാഗം സഖാക്കളും ഉണ്ടാവും. ജില്ലാ കമ്മിറ്റി ആവുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും വരും. സംസ്ഥാന കമ്മിറ്റി ആവുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതിന്റെ പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വരും. പാർട്ടി കോൺഗ്രസ് ആവുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പാർട്ടി PBയും വരും. ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഈ ഒരു പ്രക്രിയയാണ്. നമ്മുടെ 5-8 മാസക്കാലം കൊണ്ടാണ് ഈ പ്രക്രിയ കേരളത്തിൽ പൂർത്തിയാകാൻ പോകുന്നത്. വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള മധുര പാർട്ടി കോൺഗ്രസോടുകൂടിയാണ് നമ്മൾ അവസാനിക്കുക. ഇത് വെറുതെയുള്ളൊരു അഭ്യാസമല്ല, ഇത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഇത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ മാർക്സും ലെനിനിസം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ജനകീയ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ സമ്മേളനത്തെ കാണുന്നത്. അതുകൊണ്ട് നവീകരിക്കപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിലനിൽക്കുന്ന ദൗർബല്യങ്ങൾ പരിഹരിച്ച് സ്വയം വിമർശനപരമായിട്ട് പരിശോധിച്ച് ഈ സമ്മേളനം വിജയകരമായി മുമ്പോട്ടേക്ക് പോകും. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നലെയും നാളെയും നല്ല ജാഗ്രതയോടെ പഠിക്കാനും മനസ്സിലാക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ബാധ്യതയുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.